നെക്സ്റ്റ് പോവാമെന്ന് പറയുന്നത് റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ദ റോഡ് നോട്ട് ടേക്കൺ എന്നുള്ള കവിതയാണ്. സോ റോബർട്ട് ഫ്രോസ്റ്റ് ഒരു ഫേമസ് അമേരിക്കൻ പോയിറ്റാണ്. നേച്ചർ, റൂറൽ ലൈഫ് ആൻഡ് ഹ്യൂമൻ ഡിസിഷൻസിനെ കുറിച്ചാണ് അദ്ദേഹം കൂടുതലായിട്ടും അദ്ദേഹത്തിൻ്റെ പോംസ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ റൈറ്റിംഗ് ഡീൽ ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ലാംഗ്വേജിൽ പക്ഷേ വളരെ ഡീപ്പായിട്ടും ഫിലോസഫിക്കലായിട്ടുള്ള ഐഡിയാസുമാണ് അദ്ദേഹം കവിതകളിലൂടെ പ്രസൻറ്റ് ചെയ്യുന്നത്. സോ നാച്ചുറൽ സെറ്റിങ്സിൽ അല്ലെങ്കിൽ നേച്ചറിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് അദ്ദേഹം ലൈഫിൽ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ചില പച്ചയായ സത്യങ്ങൾ, ലൈഫിൻ്റെ ട്രൂത്തുകൾ അദ്ദേഹം റിവീൽ ചെയ്യുന്നത്. സോ ഇദ്ദേഹത്തിൻ്റെ പോയിട്രിക്കകത്ത് ചോയ്സിൻ്റെ ഇമ്പോർട്ടൻസ് ലൈഫിൽ, ഐസൊലേഷൻ അഥവാ ലോൺലിനെസ്, ഹ്യൂമൻ എക്സ്പീരിയൻസിനെ കുറിച്ച് തീമായിട്ട് പറഞ്ഞ് പോകുന്നുണ്ട്. മൾട്ടിപ്പിൾ പുളിറ്റ്സർ പ്രൈസസ് ഫോർ പോയട്രി റോബർട്ട് ഫ്രോസ്റ്റിന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, മറന്നു പോകരുത്. സോ അതിൽ ദ റോഡ് നോട്ട് ടേക്കൺ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള പോമാണ്. നമ്മുടെ ലൈഫിൽ നമ്മൾ എടുക്കേണ്ട ചോയ്സസ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അതാണ് ഈ പോയത്തിൽ അദ്ദേഹം സംസാരിക്കുന്നത്. അപ്പോൾ ഒരു ട്രാവലറിനെ ഡിസ്ക്രൈബ് ചെയ്യുകയാണ്. അപ്പോൾ ആ ട്രാവലർ ഒരു പോയിന്റ് ഓഫ്, അതായത് റോഡിലെ ഒരു പോയിന്റ് എത്തിയപ്പോഴത്തേക്കും, ഒരു പെർട്ടിക്കുലർ പ്ലേസിൽ എത്തിയപ്പോഴത്തേക്കും ഹി ഹാഡ് ടു ചൂസ് ബിറ്റ്വീൻ ടു റോഡ്സ്. രണ്ട് പാത്ത് ഡൈവേർജ് ചെയ്ത് കിടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ റോഡ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് കിടക്കുന്നത് കണ്ടു. അപ്പോൾ അതിലേത് ചൂസ് ചെയ്യണമെന്ന് നമ്മുടെ ട്രാവലറിന് കൺഫ്യൂസ്ഡായി. അപ്പോൾ ഈ ഒരു ഫോറസ്റ്റിലെ റോഡാണ് കേട്ടോ. അപ്പോൾ ഈ റോഡ് ശരിക്കും പറഞ്ഞാൽ സിംബലൈസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ വഴിമുട്ടി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ രണ്ട് പാത്ത്, നമുക്ക് ഡിഫറെൻറ്റ് പാത്ത്സ് നമ്മൾ കാണുവാണ്. അതിലേതെടുക്കണം എന്ന് നമ്മൾ വഴിമുട്ടി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഈ ഒരു സിറ്റുവേഷൻ അദ്ദേഹം പറയുന്നത്. അപ്പോൾ നമ്മൾ ലൈഫിൽ ഏത് ഡിസിഷൻ എടുക്കണം, നമ്മൾ വളരെ കൺഫ്യൂസ്ഡ് ആയിട്ട് ചില പോയിന്റിൽ വന്ന് നമ്മൾ നിൽക്കാറുണ്ട്. ആ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളൊരു പോയിന്റിൽ, ആ ഒരു ലൈഫിലെ ആ ഒരു സ്റ്റേജാണ് അദ്ദേഹം ഇവിടെ എന്താണ് നമ്മുടെ ഈ ട്രാവലറിൻ്റെയും ഈ ടു റോഡ്സിൻ്റെയും ഇമേജ് വെച്ചിട്ട് പറയുന്നത്. അപ്പോൾ വൺസ് എ ചോയ്സ് ഈസ് മെയ്ഡ്, നമ്മൾ ലൈഫിലാണെന്നുണ്ടെങ്കിൽ ഒരു ചോയ്സ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, അല്ലേ? നമുക്കറിയത്തില്ല പക്ഷേ ആ ചോയ്സ് റോങ് ആണോ റൈറ്റ് ആണോ എന്നുള്ളത്. അതാണ് അതിൻ്റെ ആ ഒരു ത്രില്ലെന്ന് പറയുന്നത് ലൈഫിൻ്റെ. അപ്പോൾ എങ്ങനെയാണ് ആളുകൾ പിന്നീട് അവരുടെ ഡിസിഷൻസിനെ, ആ എടുത്ത ഡിസിഷൻ കറക്റ്റാണോ അല്ലയോ എന്ന് പിന്നീട് നമ്മൾ എങ്ങനെയാണ് ലൈഫിൽ തിരിച്ചറിയുന്നത് അല്ലെങ്കിൽ ഇൻ്റർപ്രറ്റ് ചെയ്തെടുക്കുന്നത്, അങ്ങനെയുള്ളൊരു അതിനെക്കുറിച്ചുള്ള ആ ഒരു പോവമാണ് റോഡ് നോട്ട് ടേക്കൺ എന്ന് പറയുന്നത്. ഇപ്പോൾ സ്റ്റാൻസ 1 പറയുന്നതെന്ന് വെച്ചാൽ, സ്പീക്കർ ഒരു പ്ലേസിൽ വരുവാണ്, ഒരു ട്രാവലർ. അപ്പോൾ വേറെ ടു റോഡ്സ്, രണ്ട് റോഡ് സ്പ്ലിറ്റ് ചെയ്യുവാണ് രണ്ടായിട്ട് ഫോറസ്റ്റിൽ. ആൻഡ് ഹീ ഫീൽസ് സോറി, അതായത് അദ്ദേഹത്തിന് വളരെ വിഷമം തോന്നുവാണ്. ബിക്കോസ് രണ്ട് റോഡും ഒരുപോലെ ചൂസ് ചെയ്യാൻ പറ്റത്തില്ല, ഏതെങ്കിലും ഒരെണ്ണവേ ചൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ലൈഫിലെ ഒരു മൊമെൻറ്റിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. നമ്മളും ഇതുപോലെ ലൈഫിൽ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കാറുണ്ട്. വാട്ട് ടു ടേക്ക്, വെൻ ടു ടേക്ക് എ ഡിസിഷൻ, അല്ലെങ്കിൽ ഹൗ ടു ടേക്ക് എ ഡിസിഷൻ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ വാട്ട് ടു ചൂസ് എന്നുള്ളൊരു ഡിസിഷനിൽ നമ്മളും വന്ന് പെൻഡിങ് ആയിട്ട് ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കാറുണ്ട് ലൈഫിൽ. ഒരു ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ എടുത്തേ മതിയാകൂ, പക്ഷെ നമ്മളാണ് എടുക്കേണ്ടതെന്ന് അറിയുമ്പോൾ നമ്മളായാലും ഒന്ന് പകച്ചു നിൽക്കും. അപ്പോൾ അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ, ഒരു റോഡിൽ, അതായത് ഓരോ റോഡും ഇദ്ദേഹം മാറി മാറി നോക്കുവാണ്. അദ്ദേഹം വളരെ കൺഫ്യൂസ്ഡ് ആയിട്ടും വളരെ കെയർഫുള്ളായിട്ടും ആലോചിച്ചുകൊണ്ടിരിക്കുവാണ്. വിച്ച് പാത്ത് ടു ചൂസ്, അല്ലെങ്കിൽ വിച്ച് റോഡ് ടു ചൂസ്, ഏത് റോഡ് സെലക്ട് ചെയ്യണമെന്ന് അദ്ദേഹം ഇങ്ങനെ ഡിസിഷൻ പെൻഡിങ്ങിൽ ഇങ്ങനെ വെച്ചേക്കുവാണ്. സ്റ്റാൻസ 2 അദ്ദേഹം നോക്കുന്നത്, അദ്ദേഹം സെക്കൻഡ് റോഡ് ചൂസ് ചെയ്തു എന്നാണ് പറയുന്നത്. ആ ഫസ്റ്റ് റോഡിനെ പോലെ തന്നെയാണ് സെക്കൻഡ് റോഡെന്ന് പറഞ്ഞത്. ഈക്വലി അട്രാക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു റോഡാണ് എന്ന് വെച്ചാൽ, ഫസ്റ്റ് ഡിസിഷൻ പോലെ തന്നെയാണ് സെക്കൻഡ് ഡിസിഷനും. രണ്ടും ഈക്വലായിട്ട് ഇദ്ദേഹത്തിന് തോന്നുവാണ്. ആൻഡ് ഈ സെക്കൻഡ് റോഡ് ചിലപ്പോൾ ലെസ് ആയിട്ടാണ് ആളുകൾ യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ലേറ്റർ ഇദ്ദേഹം അഡ്മിറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, രണ്ട് റോഡും ഓൾമോസ്റ്റ് സെയിം ആയിട്ടാണ് ഇദ്ദേഹത്തിന് തോന്നുന്നത്. എന്ന് വെച്ചാൽ രണ്ടാമത്തെ റോഡ് കുറച്ച് പോച്ചയൊക്കെ പിടിച്ച് കിടക്കുന്നതാണൊക്കെ ഇദ്ദേഹത്തിന് തോന്നി, കുറച്ച് ഡിഫറൻ്റ് ആണെന്ന് ഇദ്ദേഹത്തിന് തോന്നി. അപ്പോൾ രണ്ടാമത്തെ റോഡ് ചൂസ് ചെയ്യാമെന്ന് ഇദ്ദേഹം വിചാരിക്കുന്നു. പക്ഷേ ആരും ആ ഒരു പാത്ത് ചൂസ് ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ പിന്നീട് അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ, വേണ്ട, രണ്ടും ഏകദേശം സെയിം പോലെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ലൈഫിലുള്ള നമ്മുടെ ചോയ്സസ് ഉണ്ടല്ലോ, അതെന്ന് പറയുന്നത് വലിയ ഡിഫറൻസ് ഒന്നും ചിലപ്പോൾ നമുക്ക് ലൈഫിൽ ചിലപ്പോൾ കൊണ്ടുവരണമെന്നില്ല. അപ്പോൾ നമ്മൾ രണ്ട് ചോയ്സസ് ആണ് നമുക്ക് ലൈഫിലുള്ളത്. അതിൽ ഒരെണ്ണം നമ്മൾ ചൂസ് ചെയ്യുന്നു, അപ്പോൾ നമുക്ക് തോന്നും മറ്റേത് ചൂസ് ചെയ്താൽ മതിയായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള സ്റ്റേജിൽ നമ്മൾ എപ്പോഴാണെങ്കിലും ലൈഫിൽ വന്ന് നിൽക്കും. ഓക്കെ, പിന്നെ സ്റ്റാൻസ 3 അദ്ദേഹം പറയുന്നത് വെച്ചാൽ, രണ്ട് റോഡും മോർണിംഗിലാണ് അദ്ദേഹം വന്ന് നിൽക്കുന്നത്, രാവിലെയാണ്. സോ രണ്ട് റോഡ് ഫ്രഷ് ആയിട്ടും അൺയൂസ്ഡ് ആയിട്ട് നിൽക്കുവാണെന്ന് വെച്ചാൽ, ആ വഴി ഇതുവരെ ആരും രാവിലെ പോയില്ല. സോ വളരെ ഫ്രഷ് ആയിട്ട് ആ രണ്ട് റോഡും കിടക്കുവാണ്.
ആൻഡ് അത് കാണുമ്പോൾ മനസ്സിലാവും ആരും ഒരു ഹ്യൂമൻ ബീയിങ് ആണെങ്കിലും ഒരു ലിവിങ് ബീയിങ് ആണെങ്കിലും അതിലേക്കൂടെ ആരും പാസ് ചെയ്തിട്ടില്ല എന്ന് ഇദ്ദേഹത്തിന് മനസ്സിലായി. റീസെൻ്റായിട്ട് അതിലേക്കൂടെ ആരും നടന്നിട്ടില്ല. സോ ഇദ്ദേഹം എന്താണ് ഡിസൈഡ് ചെയ്യുന്നത്? ഫസ്റ്റ് റോഡ് വേറൊരു ദിവസം നമുക്ക് പോവാം എന്ന് അദ്ദേഹം ഡിസൈഡ് ചെയ്യുവാണ്. ആൻഡ് ഹീ നോസ്, പക്ഷേ ഇദ്ദേഹത്തിൻ്റെ മൈൻഡിൽ ഇദ്ദേഹത്തിന് അറിയാം ചിലപ്പോൾ അദ്ദേഹം രണ്ടാമത്തെ റോഡായിരിക്കും ചൂസ് ചെയ്യുന്നത്, പക്ഷേ തിരിച്ച് ഫസ്റ്റ് റോഡ് വേറൊരു ദിവസം പോകാമെന്ന് നിശ്ചയിച്ച് വെച്ചിരിക്കുകയാണ്. പക്ഷേ ആ രണ്ടാമത്തെ റോഡിലോട്ട് പോകുന്ന അല്ലെങ്കിൽ ആ രണ്ടാമത്തെ ജേണിയാണ് അദ്ദേഹം ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അദ്ദേഹം ഒരിക്കലും റിട്ടേൺ ചെയ്യത്തില്ലായിരിക്കാം. ഹൂ നോസ് വാട്ട് വിൽ ഹാപ്പൻ ഇഫ് ഹി ചൂസസ് ദ സെക്കൻഡ് റോഡ് എന്ന് ഇദ്ദേഹം തന്നെ വിചാരിക്കുവാണ്. അതായത് ലൈഫിലുള്ള ചോയ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പെർമനൻ്റ് ആണ്. ചിലപ്പോൾ നമുക്ക് തിരിച്ചു വരാനോ തിരുത്താനോ സാധിക്കുകയില്ല. ഇപ്പോൾ സെക്കൻഡ് റോഡാണ് ഇദ്ദേഹം ചൂസ് ചെയ്തെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് റോഡ് പിന്നൊരു ദിവസത്തേക്ക് അദ്ദേഹം മാറ്റി വെക്കുവാണ്. പക്ഷേ ആ പിന്നൊരു ദിവസത്തേക്ക് ഇദ്ദേഹത്തിന് തിരിച്ചു വന്നത് ഫസ്റ്റ് റോഡ് ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിന് അല്ലെങ്കിൽ തിരിച്ചു വരാൻ പറ്റുമോ എന്നുള്ള കാര്യം പോലും ഇദ്ദേഹം അൺഷ്യൂറാണ്. അപ്പോൾ ലൈഫിൽ റിയാലിറ്റി അതാണ്. എന്ന് വെച്ചാൽ മറ്റേ ചോയ്സ് അല്ലെങ്കിൽ നമ്മുടെ ലൈഫിലുള്ള ചോയ്സസ് എന്ന് പറയുന്നത് അങ്ങനെയാണ്, പെർമനൻ്റ് ആണ്. നമ്മളൊരു കാര്യം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിൻ്റെ ആ ഒരു ഇതിലങ്ങ് നമ്മൾ ആ ഒരു ഫ്ലോയിലങ്ങ് പോവേണ്ടി വരും. അതിൻ്റെ പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും നമ്മൾ അത് രണ്ടും സഹിച്ചേ പറ്റത്തുള്ളൂ. ബിക്കോസ് വി അവർസെൽസ് ചോസ് ദാറ്റ് പാത്ത് അല്ലേ. അപ്പോൾ അവിടെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ തിരിച്ച് വന്ന് മറ്റൊരു ദിവസം മറ്റേ റോഡ് എടുക്കാമെന്ന് പറഞ്ഞാൽ അത് നടക്കുമോ ഇല്ലയോ എന്ന് പോലും ആർക്കറിയത്തില്ല, നമ്മുടെ പോയിന്റിന് അറിയത്തില്ല. അങ്ങനെയാണ് നമ്മുടെ ലൈഫും. സ്റ്റാൻസ 4 പിന്നെ പറയുന്നതെന്ന് വെച്ചാൽ സ്പീക്കർ ഇമാജിൻ ചെയ്യുവാണ്, ഫ്യൂച്ചറിലെ ഒരു കാര്യം ഇമാജിൻ ചെയ്യുവാണ്. ആൻഡ് അദ്ദേഹം പറയുവാണ് അദ്ദേഹം ആ ലെസ് ട്രാവൽഡ് ആയിട്ടുള്ള റോഡ് സെലക്ട് ചെയ്തിരിക്കുകയാണ്. അധികം ആരും സഞ്ചരിക്കാത്ത വഴിയാണ് ഇദ്ദേഹം സെലക്ട് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഹീ ക്ലെയിംസ് ദാറ്റ് എന്താണ്, ഈ ഒരു ചോയ്സാണ് അദ്ദേഹത്തിൻ്റെ ലൈഫിൽ ചിലപ്പോൾ വലിയ ഒരു ഡിഫറൻസിന് കാരണമായേക്കാം. ആൻഡ് ഇത് അദ്ദേഹം വളരെ ഡിസാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു ദീർഘനിശ്വാസം വിട്ടുകൊണ്ടാണ്, ഒരു വിട്ടുകൊണ്ടാണ് ഇദ്ദേഹം സംസാരിക്കുന്നത്. എന്ന് വെച്ചാൽ ചിലപ്പോൾ ഇതെൻ്റെ ഒരു റിഗ്രറ്റ്ഫുൾ ആയിട്ടുള്ള ഡിസിഷൻ ആയിരിക്കാം, ചിലപ്പോൾ എനിക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടിയെന്നും വരത്തില്ല, ചിലപ്പോൾ എനിക്ക് പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമായിരിക്കും തരുന്നത്. എന്താണെങ്കിലും ഈ ഒരു ഡിഫറൻസ് ആണ് അല്ലെങ്കിൽ ഈ ഒരു ചോയ്സ് ആണ് വിൽ മേക്ക് ഓൾ ദ ഡിഫറൻസ് ഇൻ മൈ ലൈഫ്. സോ ഇദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ ഫ്യൂച്ചറിനെ കുറിച്ച് അദ്ദേഹം ആലോചിക്കുവാണ്. ഫ്യൂച്ചറിൽ നിന്നിട്ട് അദ്ദേഹം ആലോചിക്കുമായിരിക്കും, അല്ലെങ്കിൽ ഒരു പോയിന്റിൽ അദ്ദേഹം ആലോചിക്കുമായിരിക്കും, ഞാൻ ഈ ഒരു പാത എടുത്തുകൊണ്ടാണ് എൻ്റെ ലൈഫ് ഇങ്ങനെയായി തീർന്നത്. അപ്പം നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ്. നമ്മളൊരു ഫ്യൂച്ചറിലെത്തിയിട്ട് നമ്മൾ ആ ചോയ്സ് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുമല്ലോ പാസ്റ്റിലോട്ട്. അപ്പോൾ വി വിൽ ലുക്ക് ബാക്ക് ആൻഡ് തിങ്ക് അബൌട്ട് അവർ പാസ്റ്റ്, അല്ലെങ്കിൽ തിങ്ക് അബൌട്ട് അവർ പാസ്റ്റ് ചോയ്സസ്. അപ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് ഈ ഒരു ചോയ്സാണ് നമ്മുടെ ലൈഫിലെ മീനിങ്, അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു സ്ഥലത്ത് കൊണ്ട് എത്തിച്ചത്. സോ ഇത് അദ്ദേഹം ഒരു ദീർഘനിശ്വാസത്തോടു കൂടി പറയുവാണ്. എന്താണ് വാട്ട് വിൽ ഹാപ്പൻ നെക്സ്റ്റ് എന്നുള്ളത് നമുക്ക് ഒരിക്കലും അറിയാൻ പറ്റത്തില്ല. മേ ബി ഓർ മേ ബി നോട്ട്, ദിസ് വിൽ മേക്ക് എ ഡിഫറൻസ് ഇൻ മൈ ലൈഫ് എന്ന് നമ്മൾ ഫ്യൂച്ചറിൽ നിന്നിട്ട്, അതായത് ഫ്യൂച്ചറിൽ ചിലപ്പോൾ നിന്നിട്ട് നമ്മൾ തിരിഞ്ഞ് ആലോചിക്കുമ്പോൾ ഈ ഒരു ഡിസിഷനാണ് എൻ്റെ ലൈഫിനെ ഇത്രയും ചേഞ്ച് ആക്കിയത് എന്ന് വി മൈറ്റ് തിങ്ക് ലേറ്റർ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ പോവം നിർത്തുന്നത്. അപ്പോൾ ഇതിനകത്ത് പറയുന്നത് വെച്ചാൽ ലൈഫ് എന്ന് പറയുന്നത് ഫുൾ ഓഫ് ചോയ്സസ് ആണ്. എന്നാൽ പോലും നമുക്കൊരു പാത്തേ ചൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ അറ്റ് എ ടൈം. ഓരോ ഡിസിഷനും ഓരോ ചോയ്സുമാണ് നമ്മുടെ ഫ്യൂച്ചറിനെ ഷേപ്പ് ചെയ്യുന്നത്. വൺസ് എ ചോയ്സ് ഈസ് മെയ്ഡ് ഇറ്റ് കനോട്ട് ബി അൺഡൺ. നമുക്കത് ചെയ്ത്, അതായത് നമുക്കതിനെ അൺഡൺ ചെയ്യാൻ പറ്റില്ല. ആൻഡ് സ്പീക്കർ കനോട്ട് ഗോ ബാക്ക് ആൻഡ് ടേക്ക് അനദർ ചാൻസ്. പിന്നീട് അതാണ് അദ്ദേഹം പറയുന്നത്, മറ്റേ റോഡ് ഒരു ദിവസം പോയി നോക്കാം, പക്ഷേ തിരിച്ചു വരുമോ ഇല്ലയോ എന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ ഒരു യുണീക്കായിട്ടുള്ള ഒരു പാത്ത് ചൂസ് ചെയ്യണം ലൈഫിൽ എന്നാണ് പോം ഇവിടെ എൻകറേജ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പാത്ത് വേണം ചൂസ് ചെയ്യാൻ, ഇമ്പോർട്ടൻസ് ഓഫ് ബീങ് ഡിഫറെൻറ്റ്. അപ്പോൾ സ്പീക്കർ പിന്നെ പറയുന്നത് വെച്ചാൽ ഒരു റോഡ് ലെസ് ട്രാവൽഡ് ആണ്, പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം പറയുന്നുണ്ട് 2 റോഡും ഏകദേശം ഒരുപോലെ തന്നെയാണ് തോന്നുന്നത് അല്ലേ. അപ്പോൾ പോം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ പാസ്റ്റിനെ റിമെമ്പർ ചെയ്യണം, നമ്മൾ നമ്മുടെ ഡിസിഷൻസിനെ ഇൻ്റർപ്രറ്റ് ചെയ്യണം. നമുക്കൊരു നൊസ്റ്റാൾജി ആണെങ്കിലും റിഗ്രറ്റ് ആണെങ്കിലും, അല്ലെങ്കിൽ അഥവാ നമുക്ക് അഭിമാനം തോന്നുവാണെന്നുണ്ടെങ്കിലും നമ്മൾ എന്തായാലും ഈ പാസ്റ്റിനെ കുറിച്ച് നമ്മളൊന്ന് ആലോചിക്കണം. നമ്മൾ എന്നിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ വേണം ലൈഫിനെ നോക്കിക്കാണാൻ എന്നുള്ള രീതിയിലാണ് ആര് പറയുന്നത്, നമ്മുടെ പോയിന്റ് പറയുന്നത്. അപ്പോൾ റോഡിൻ്റെ ഇമേജ് വെച്ചിട്ട് സിമ്പിളായിട്ടൊരു പോം പറഞ്ഞു പോയേക്കാണ്, പക്ഷേ ലൈഫിലെ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യത്തിനെക്കുറിച്ചാണ് ഇദ്ദേഹം സംസാരിച്ചിരിക്കുന്നത്. ഇമ്പോർട്ടൻസ് ഓഫ് ചോയ്സസും നമ്മുടെ ഐഡൻറ്റിറ്റിയെ നമുക്ക് എങ്ങനെ ഷേപ്പ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളുമാണ് ഇതിനകത്ത് പറയുന്നത്. അതായത് ലൈഫ് എന്ന് പറയുന്നത് അൺസർട്ടൺ ആണ്, പക്ഷെ നമ്മൾ
സർട്ടനിറ്റിയോട് കൂടി തന്നെ എന്ത് ചെയ്യുക, മുമ്പോട്ട് പോവുക.